ബിഗ് ബോസിന്റെ ഒരു യമണ്ടൻ സീക്രട്ട് ടാസ്ക് വീട്ടിനകത്ത് അടിപൊട്ടിയിരിക്കുകയാണ്. അടിപൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ടാസ്കിന്റെ ഇടയിൽ കൂടിയാണ് ഈ പ്രാങ്ക് ടാസ്കും കൂടെ ബിഗ് ബോസ് കൊടുത്തത്. കുട്ടികൾ മാത്രമേ ഈ ടാസ്ക് അറിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ അടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ അടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കും പോലെയല്ല. ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് എപ്പിസോഡ് മാത്രം ഉണ്ടായിരുന്നു. ഈ 1.25 മണിക്കൂറുള്ള എപ്പിസോഡിൽ മൊത്തം ഈ പ്രാങ്കാണ്. പക്ഷെ ഈ പ്രാങ്ക് ഉപയോഗിച്ച ഒരാളുണ്ട്, ആരെന്നറിയാമോ? റാണവ്. കാരണം ഇത് വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസ് ഒരു പ്രാങ്ക് കൊടുക്കുമ്പോഴും അതിനകത്തൊരു ക്യാരക്ടർ എടുത്ത് മാക്സിമം നമ്മളെ എന്താ പറയുക, നമ്മുടെ അകത്തുള്ള സാധനത്തിന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള സാധനം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ അതെന്താ പറയുക, പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം, അത് ക്ലിയർ ആയിട്ട് ഉപയോഗിച്ച് ഗെയിം കളിച്ചത് റാണവാണ്. കാരണം ഭയങ്കര വയലൻസ്, ഒരു മൂവിയൊക്കെ കാണും പോലെ ഇങ്ങനെ ഇതെന്താണ് ഈ നടന്നത്, എന്താണ് ഇതിനകത്ത് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെയായിരുന്നു എപ്പിസോഡ്. പിന്നെ ഡെയിലി ടാസ്ക് 1 വന്നു. അതും ഈ വീക്കിലെ ടാസ്കിന് ഇടയിൽ കൂടി തന്നെയായിരുന്നു. അതിനകത്ത് ഗേൾസ് ടീം ജയിച്ചു. വേറെ ഒന്നുമല്ല, ഇന്ന് ഫുൾ ഈ സംഭവം തന്നെയാണ്. എന്താണെന്ന് പറയാൻ വൈകിപ്പിക്കേണ്ട. ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 38 നവംബർ 13 ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം കാണിക്കുന്നത് ഇന്നലെ രാത്രിയിലത്തെ കാര്യമാണ് ആദ്യം കാണിക്കുന്നത്. രാത്രി ഹോസ്റ്റലിൽ ജെഫ്രി അവിടെ വാർഡനായിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ലെറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. ലെറ്ററൊക്കെ ഇങ്ങനെ എഴുതുന്നു, കൊടുക്കുന്നു, അതൊക്കെ നടക്കുന്നു. പ്രിൻസിപ്പളിന്റെ ടേബിളിലിരിക്കുന്ന ബെല്ലും ഫയലും ഒന്നും കാണുന്നില്ല. ആനന്ദി കള്ളി എല്ലാം അടിച്ചുകൊണ്ട് പോവുകയാണ്. രാത്രി ആനന്ദി മോഷ്ടിക്കുകയാണ്. കുട്ടികളുടെ ബാഗ്, ബുക്ക്, ബെല്ല്, ചെരുപ്പ്, ഇതെല്ലാം പലയിടത്തായിട്ട് മോഷ്ടിച്ചുകൊണ്ട് വെക്കുകയാണ്. ഓക്കെ, രാത്രി പരിപാടി നടക്കുകയാണ്. ഇതേ സമയം ഞാൻ ഇന്നലെ രാത്രി ഒരു 2:30 അപ്പം ഞാൻ കിടന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പം ഇന്നലെ 2:30 അപ്പം ഞാൻ ജസ്റ്റ് ലൈവ് ഓണാക്കി നോക്കി തമിഴ് ബിഗ് ബോസിന്റെ. ശിവ വാച്ച്മാൻ ആണല്ലോ. ശിവ ആ സമയത്തും വീട്ടിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇങ്ങനെ ഈ ചുറ്റികയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ബെല്ലടിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിക്കാരൻ വാച്ച്മാൻ ആണല്ലോ, അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം രാത്രി നല്ല ലേറ്റ് ആയിട്ടായിരിക്കും ശിവ കിടന്നിട്ടുണ്ടാവുക. പുള്ളിക്കാരൻ്റെ ആ ഒരു ടാസ്ക് 24/7 ഉള്ളത് കൊണ്ട് അതിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതാണ്. വാച്ച്മാൻസ് ഉറങ്ങൂലല്ലോ, 3-4 മണിക്ക് ആവത്തില്ലേ കിടക്കും. അപ്പം ആ ഒരു ലെവലിലാണ്. അപ്പം ആനന്ദി രാത്രി മോഷ്ടിക്കുന്ന ഈ ബാഗ് കൊണ്ട് സോഫയുടെ അടിയിൽ ഇടുന്നു. ഒരു മെയിൻ നമ്മുടെ ലിവിങ് ഏരിയയിലെ സോഫയല്ല, വേറൊരു സോഫയുടെ അടിയിൽ കൊണ്ടിടുന്നു. പിന്നെ ബെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ ക്രിങ് ബെല്ലല്ല, നമ്മുടെ ഇതില്ലേ മണി അടിക്കുന്ന മണിയില്ലേ, സ്കൂൾ ബെല്ലിനെ എടുത്തുകൊണ്ട് പോയി ഫ്രണ്ടില് നമ്മുടെ ഗാർഡൻ ഏരിയ തന്നെ ഒരു വശത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നു. ചെരുപ്പുകളെല്ലാം കൂടെ കൊണ്ടുപോയി സ്റ്റൗവിന്റെ അടിയിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നു. നേരം വെളുത്ത് 7 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ ശിവയുടെ കയ്യിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് അലാറം അടിച്ച് ശിവ എഴുന്നേക്കുന്നു. കാരണം വാച്ച്മാൻ ആണല്ലോ. അപ്പൊ ശിവ രാവിലെ ചുറ്റിക്കൊക്കെ കൊണ്ട് പുറത്ത് പോകുമ്പോഴാണ് സാധനം കാണുന്നില്ല, എന്ത് മണി. ജെഫ്രി വരുന്നു. രാവിലെ തന്നെ എന്തൊക്കെയോ ഇവിടെ നിന്ന് മോഷണം പോരുണ്ടെന്ന് മനസ്സിലാവുന്നു. ജെഫ്രി PT സാറാണല്ലോ, കണ്ടുപിടിക്കുന്നു കഗ്യാസിന്റെ അടിയിൽ നിന്നും ചെരുപ്പുകൾ. ദീപക് വന്ന് നോക്കുമ്പോൾ ബെല്ല് കാണുന്നില്ല. അത് നേരെ ജെഫ്രിയുടെ പറയുന്നു, മഞ്ജരിയുടെ പറയുന്നു. അപ്പൊ അരുൺ പറയാണ് ഇവിടെ അപ്പം എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. ഇവിടുത്തെ ആരാണ് ഇതെല്ലാം മോഷ്ടിക്കുന്നതെന്നുള്ള കാര്യം വൈകാതെ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ നമുക്ക് ആനന്ദി എന്ന് പറയുന്ന ആ ഒരു കള്ളിക്കുട്ടി ഉണ്ട്, ആ കുട്ടിയെ ചെക്ക് ചെയ്യണം. ഇവിടുത്തെ കുട്ടികളുടെ ബുക്സ് ഒന്നും കാണുന്നില്ല. അപ്പൊ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുവാണ്. അങ്ങനെ രാവിലെ മോർണിംഗ് സോങ് കഴിയുന്നു. ജെഫ്രി ബെല്ലും കണ്ടുപിടിക്കുന്നു. കുറച്ചു നേരം നടന്നിട്ട് രാവിലെ തന്നെ ജാക്ലിൻ പറയാണ്, മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് തരുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് ആണ്. അപ്പൊ നിങ്ങൾ പറയണം. അപ്പൊ മാനേജ്മെന്റ് പല കാര്യങ്ങളും തിരുത്താനുണ്ട്. പ്രിൻസിപ്പളാണ് ഇവിടുത്തെ ബാക്ക് ബോൺ. പക്ഷെ സംസാരം അധികം ആവുന്നുണ്ടെന്ന് പറയുന്നു. റിയ ഇക്വാളിറ്റി ഇല്ല, ടാസ്ക് ചെയ്യാത്ത ആൾക്കാരും ഇതിനകത്തുണ്ട്, ടീച്ചേഴ്സ് പറഞ്ഞ് കറക്റ്റ് ആക്കുന്നില്ല. അപ്പൊ റാണവ് പ്രിൻസിപ്പൾ ബയസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് പണക്കാരായിട്ടുള്ള ആൾക്കാരോട്. പിന്നെ മോറൽ സയൻസ് ടീച്ചർ ആണെങ്കിൽ ക്യൂട്ടാണ്, ഇത്തിരി കൂടെ സൂപ്പർ ആക്കാം. പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സാർ കറക്റ്റ് വേയിലാണ് പോകുന്നത്. അടുത്ത ദീപക് തമിഴ് സൂപ്പറാണ്, തമിഴ് ടീച്ചർ. പിന്നെ അവിടുത്തെ ആംഗ്യശൈലിയൊക്കെ ഇത്തിരി കാണിക്കുന്നുണ്ട്, അതൊക്കെ ഇത്തിരി കുറയ്ക്കാം കേട്ടാ മഞ്ജരി ടീച്ചറെ. പിന്നെ മോറൽ സയൻസ് ടീച്ചറെ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ വന്ന് കാണില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പം മുത്തു വാച്ച്മാൻ അവിടെ എല്ലാവരും ഒരു കയ്യടി കൊടുത്ത് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. വാച്ച്മാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വാച്ച്മാന് ചെറിയൊരു സംശയ രോഗമുണ്ട്. പിന്നെ വൈസ് പ്രിൻസിപ്പൾ അടിപൊളിയാണ്. അടുത്ത തർഷിക, ഇവിടെ നമ്മൾ പഠിക്കാൻ വന്നതല്ലേ എല്ലാവരും. അപ്പം നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് നമ്മൾക്ക് ക്ലാസ് എടുക്കണം. ആദ്യം ടീച്ചേഴ്സ് ഇതുവരെ ക്ലാസ് എടുക്കുന്നില്ല, ഒന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ പവിത്ര
ആനന്ദിയെ ഇവിടെ എല്ലാവരും കള്ളിയാക്കുന്നുണ്ട്. അപ്പൊ ചില സാധനങ്ങളെ എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആനന്ദിയാണ് എടുക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പളിന്റെ അവിടെ ഇരുന്ന ഒരു സാധനം എടുത്തത് ഞാനാണ്. അപ്പം എപ്പോഴും ആനന്ദി എങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ് ആനന്ദി മാത്രമല്ല ഇവിടുത്തെ സാധനങ്ങൾ എടുക്കാൻ, ബാക്കി എല്ലാവരും എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത്. അപ്പം ആനന്ദിയെ ഇനി പോലെ കുറ്റം പറയരുത് എല്ലാത്തിനും. അപ്പൊ രഞ്ജിത്ത്, ഈ ഇവിടുത്തെ ഈ സ്കൂളിന് ഒരു വൈസ് പ്രിൻസിപ്പളിന്റെ ആവശ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ മഞ്ജരി എടുത്തിരിക്കുക, അല്ല അപ്പം നമ്മുടെ വർഷിനെ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കൈയടിക്കുന്നത്. അല്ല, ഞാൻ തീർന്നില്ല, പ്രിൻസിപ്പളിന്റെ ആവശ്യം ഉണ്ടോ? അപ്പൊ എല്ലാവരും ചിരിക്കുന്നു. അങ്ങനെ വർഷണിയെ കളിയാക്കുവാണ്. അപ്പൊ ദയവ് കരുതി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം. എപ്പോഴാണ് നിങ്ങൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്? നിങ്ങൾ ഒന്നും അവിടെ ചെയ്യുന്നില്ല. ഇന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കയറി ഇങ്ങ് പഠിപ്പിക്കും എന്ന് പറയുകയാണ്. അടുത്ത് വിശാൽ, വൈസ് പ്രിൻസിപ്പൽ സാർ സൂപ്പറാണ്. പിന്നെ ഇവിടുത്തെ മീറ്റിംഗ് ടേബിൾ നിങ്ങൾ ആഹാരം കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ്. അപ്പൊ റയാൻ, വാച്ച്മാൻ നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ ടീച്ചേഴ്സൊക്കെ PT സാറ് നോർമൽ സ്ട്രിക്റ്റ് ആണ്, കൊള്ളാന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കുമാണ് ബിഗ് ബോസ് പറയുന്ന വർഷിണി പ്രിൻസിപ്പൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, കുട്ടികൾക്കൊക്കെ താടി മീശ ഉണ്ടെന്ന് പറയുമ്പോൾ വർഷിണി ക്ലീൻ ഷേവ് എന്ന് പറയാണ്. അങ്ങനെ കുട്ടികളെല്ലാവരും ക്ലീൻ ഷേവ് ആവുന്നു. അതെ, കുട്ടികളെല്ലാവരും. അപ്പം നമ്മുടെ എന്താ പറയുക, സ്കൂൾ അധികൃതരുടെ അകത്ത് വരുന്ന ആണുങ്ങൾ മാത്രമേ ക്ലീൻ ഷേവ് അല്ലാതെ ഉള്ളൂ. അരുണ്, ജഫ്രി, പിന്നെ നമ്മുടെ ഒരാളും കൂടെ ശിവകുമാർ, ബാക്കി എല്ലാവരും ക്ലീൻ ഷേവാണ്. നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരെയും കാണാൻ. സത്യയും ദീപക്കും മുത്തുവും വിശാലും റാണവിൻ്റെയൊക്കെ മുഖമേ മാറിപ്പോയി. റയ്യാൻ മുഖമൊക്കെ മാറിപ്പോയി ഷേവ് ചെയ്തപ്പോൾ. എല്ലാവരും ക്ലീൻ ഷേവ്, ഒന്നുമില്ല മുഖത്ത്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നു. അപ്പൊ ജാക്ലിൻ, ഇന്ന് മോറൽ സയൻസ് ആണല്ലോ ജാക്ലിന്റെ സബ്ജക്റ്റ്. അപ്പം ഈ വീക്കിലി ടാസ്ക് സ്കൂൾ ടാസ്ക് എന്ന് പറഞ്ഞു കൊടുത്തെങ്കിലും ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഈ ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുമല്ലോ. ഇപ്പൊ കണക്ക് ടീച്ചർ കാണും, തമിഴ് ടീച്ചർ കാണും. ഇപ്പൊ തമിഴ് ബിഗ് ബോസ് ആണ്, തമിഴ് ടീച്ചർ, കണക്ക് ടീച്ചർ, മോറൽ സയൻസ് ടീച്ചർ. ഇവരെങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുന്ന ഈ വീക്കിലി ടാസ്ക് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോറൽ സയൻസ്, ഒരു പണ്ടത്തെ കാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ ആന ഇങ്ങനെ ചെയ്തു, അപ്പൊ ആനയ്ക്ക് തിരിച്ചിട്ട്, അപ്പം എന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട്. അങ്ങനെ അല്ല മോറൽ സയൻസ് ക്ലാസ് ബിഗ് ബോസിൽ എടുക്കാനുള്ളത്. ബിഗ് ബോസിൽ ഈ മോറൽ സയൻസ് പോലത്തെ ടാസ്ക്, കണക്ക് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ബിഗ് ബോസ് വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യണം. മോറൽ സയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരെയും പൊക്കിയിട്ട് നിങ്ങൾക്ക് പറയേണ്ട മോറൽ ഇതാണ്, താങ്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കണം, താങ്കളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഓരോരുത്തരെയും പറഞ്ഞ് മോറൽ മാറ്റാം. അപ്പൊ അതാണ് കൊടുക്കൽ. അപ്പൊ കണക്ക് ടീച്ചർ ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ ശരിയാക്കി തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തരുടെയും കണക്ക് കൂട്ടൽ, ഇവിടുത്തെ 2 ആൾക്കാരുടെ കൂടെ 7 ആൾക്കാരെ കൂട്ടി ഇടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 9 ആൾക്കാരുടെ ബലം നോമിനേഷൻ വോട്ടായിട്ട് കിട്ടും എന്നൊക്കെയുള്ള ലെവലിൽ പറഞ്ഞ് ഒപ്പിക്കാം. തമിഴ് ടീച്ചർ ആണെങ്കിൽ അതേസമയം ഇങ്ങനെ. അപ്പൊ ഇതിനകത്ത് തമിഴ് ടീച്ചറാണ്. അപ്പൊ ഇവിടെ തമിഴ് ഭാഷ ഉപയോഗിക്കുമ്പോൾ പലരും ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ദീപക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത്, രഞ്ജിത്തെ ഇങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പം ഓരോ ലാംഗ്വേജ് ഇവർക്ക് പഠിപ്പിക്കാൻ കൊടുക്കുമ്പോഴും ഇവർക്കത് സൂപ്പറായിട്ട് കുത്തി പറഞ്ഞുകൊണ്ട് അത് ചെയ്യാം. അപ്പൊ ഇന്നലെ ആരും അത് ചെയ്തില്ല, അപ്പൊ ഞാൻ നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അത് ജാക്ലിൻ വളരെ വ്യക്തമായിട്ട് യൂസ് ചെയ്തു. ജാക്ലിൻ പറയാണ്, ദീപക്കിന്റെ അടുത്ത് ആദ്യം പറയാം, അറിയാവുന്ന കാര്യം നമുക്ക് അറിയാമെന്ന് കരുതി അതിൻ്റെ ഒരു അഹങ്കാരം ഹുങ്കും പാടില്ല എന്ന് പറയുകയാണ്. അടുത്ത് രഞ്ജിത്തിൻ്റെ അടുത്ത് പോയിന്റുകൾ വരും, പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറയും, അതുകൊണ്ട് അത് പറയണം. സൗന്ദര്യയെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ അത് എടുക്കാവൂ, അത് യൂസ് ചെയ്യണം. റാണവേ, കഴിക്കും ഉറങ്ങും, ഇത് തന്നെയാണ് നിന്റെ പരിപാടി. ആവശ്യമുള്ളപ്പോൾ നീ സംസാരിക്കുക, ആവശ്യമില്ലാത്തപ്പോൾ നീ സംസാരിക്കണ്ട. വിശാൽ, കോമഡി എപ്പോഴും പറയുമ്പോഴേ അത് എല്ലാവരും ചിരിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പൊ എല്ലാവരെയും ചിരിപ്പിക്കണം, ആർക്ക് ഹേർട്ട് ആക്കരുത് കേട്ടോ. സത്യ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെ കൂടിക്കൊണ്ട് അവർ പറയുന്ന അവരുടെ ഒരു ഡിസിഷനും ഫൈനൽ ഡിസിഷനും കാണും. അത് കേട്ടോണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കല്ലേ. അപ്പൊ സത്യക്ക് പൊട്ടുന്നു. അപ്പൊ സത്യ ക്യാരക്ടറിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. അത് എനിക്കറിയാം എന്തോന്നും ചെയ്യണമെന്ന്. അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നവരെ കേൾക്കണം. അവിടെ ക്ലാസ് കേട്ടിരിക്കും, ഞാൻ അവിടെ ക്ലാസ് കേട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കൂല, ഞാൻ ഇവിടെ വന്നേ പഠിക്കുള്ളൂ. ഇവിടെ നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കത്തില്ല, ഇറങ്ങിപ്പോകണമെന്ന്. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ ആവശ്യമില്ല, ഞാൻ ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞപ്പോൾ സത്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സത്യ അതിനുമ്പേ പറഞ്ഞത് ഇത് നോമിനേഷനുമായിട്ട് കണക്ട് ചെയ്തല്ലേ നിങ്ങൾ പറയുന്നത്, നോമിനേഷനിൽ പറഞ്ഞ അതേ റീസൺ അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ജാക്ലിൻ ഓരോന്ന് പറയുന്നു. സത്യ ഇറങ്ങി പോകുന്നു. അരുൺ പോയി കൺവിൻസ് ചെയ്യുന്നു, എക്സ്ക്യൂസ് മീ പറഞ്ഞ് തിരിച്ചു പോയി കയറുന്നൊക്കെ പറഞ്ഞ് ഒരുവിധം കയറ്റി സത്യയെ വിടുന്നു. പിന്നീടാണ് നമ്മുടെ പവിത്രയെ കുറിച്ച് പറയുന്നു ജാക്ലിൻ, എപ്പോഴും ആലോചിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അൻഷിത, എല്ലാവരും നല്ലതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മുത്തു, സംസാരിക്കുമ്പം എല്ലാവരുടെയും ഇമോഷൻ കൂടി വെച്ച് സംസാരിക്കണം. ഓരോരുത്തർക്കും ഓരോ ഇമോഷൻ ഉണ്ട്, ഫീൽ ആവുമെന്ന് കരുതിയിട്ട് വേണം നോക്കി കണ്ട് സംസാരിക്കാൻ എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് തർഷികയും റിയയും കൂടി ഒരു പണി ഒപ്പിക്കുകയാണ്. അതായത് വൈസ് പ്രിൻസിപ്പളിന്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വൈസ് പ്രിൻസിപ്പൾ എഴുതിയ രീതിക്ക് ഒരു കത്ത് എഴുതുകയാണ്. പ്രിൻസിപ്പൽ നമുക്ക് ഒരുമിച്ചൂടെ അങ്ങനെയൊക്കെയുള്ള ലെവലിൽ ഒരു ചെറിയൊരു കത്ത് എഴുതിയിട്ട് അത് സാജനയുടെ കയ്യിൽ കൊടുത്തുവിട്ട് പ്രിൻസിപ്പൾ അതെടുത്ത് വായിക്കുകയാണ്.
പിന്നീട് എന്ത് ചെയ്യുന്നു, സത്യയും പവിത്രയായിട്ട് ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള വഴക്കുകൾ. ടാസ്കിന്റെ ഭാഗമായിട്ട് വെച്ചാൽ സത്യ പവിത്രയുടെ പിറകെ പ്രേമിച്ച് നടക്കുന്ന ഒരു കാമുകനാണ്, പവിത്രയെ പ്രേമിച്ച് നടക്കുന്ന കാമുകൻ. അപ്പൊ അതിന്റെ പേരിലൊക്കെ ഇങ്ങനെ വഴക്കായി നല്ല ലെവലിൽ വഴക്കാവുന്നു. പക്ഷെ അത് ടാസ്ക് വേയിൽ തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും പവിത്ര ഇതിനിടയ്ക്ക് ഒന്ന് കുത്തുന്നുണ്ട്. നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, നിന്റെ ഒരു ഫ്രണ്ട്, അവൻ പറയുന്നതല്ലേ നീ കേട്ടോണ്ടിരിക്കുന്നത്, ഡബിൾ ഗെയിം കളിക്കുന്ന വൃത്തികെട്ടവനാണ് അവൻ. ആരെ? വിശാലിനെയാണ് പറയുന്നത്. കുറച്ച് കഴിയുന്നു, നമ്മുടെ BB റെസിഡൻസ് ബോയ്സ് ആണോ ഗേൾസ് ആണോ ഇത്തവണത്തെ ഡെയിലി ടാസ്കിൽ വിൻ ചെയ്യാൻ പോകുന്നത്? നോമിനേഷൻ ഫ്രീ ടാസ്ക് ആണ്, നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടാനുള്ള ടാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുകയാണ്. ഒരു 1.5 ടാസ്ക് തന്നെയായിരുന്നു. വേറെ ഒന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ ഒരു വലിയ നമ്മുടെ കിളിക്കൂടിലൊക്കെ ഒട്ടിക്കുന്ന കമ്പി, കിളിക്കൂടിലൊക്കെ കമ്പിയില്ലേ, ആ കമ്പി ഇങ്ങനെ വളച്ച് നമ്മളിങ്ങനെ ചെടിയൊക്കെ നട്ടിട്ട് ഈ ചെടി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കമ്പിയൊക്കെ വളച്ച് കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കിളിക്കൂടി വെക്കുന്ന കമ്പി പോലെ വളച്ചൊക്കെ വെച്ചിങ്ങനെ തറയിൽ. അതുപോലെ ഈ താഴെന്ന് മുകളറ്റം വരെ അതായത് ഇപ്പം ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എത്ര പൊക്കം വരും അത്രയും പൊക്കത്തിന് എന്ത് ചെയ്യാണ്, അതുപോലെ കമ്പി വളച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഇതിനകത്തൊരു 10-15 ബോളും പറക്കി ഇട്ടിട്ടുണ്ട്. ബോളും അപ്പം ഈ കമ്പിയുടെ കൂടെ കുറേ ഹോൾസ് ഉണ്ടല്ലോ, കുറേ ഹോൾസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഒരു ടീമിൽ നിന്നും അറ്റ് എ ടൈം 5 പേർക്ക് കളിക്കാം. ഒരേ സമയമാണ് ബോയ്സും ഗേൾസും കളിക്കേണ്ടത്. ബോയ്സിന് അപ്പുറത്തും ഗേൾസിന് ഇപ്പുറത്തുമാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവരുടെ ഇടയിൽ ഓരോ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചെറിയ കമ്പ് പോലെ ഇത്ര നീളമുള്ള ഒരു ചെറിയ കട്ടി കുറഞ്ഞ ഒരു കമ്പ് സ്റ്റിക്ക്. അപ്പോൾ 5 പേരുടെ കയ്യിൽ 5 സ്റ്റിക്കാണ്. അപ്പോൾ ഇവർ ഈ സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് കുത്താൻ പാടില്ല. സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ കമ്പിയിൽ കൂടെ ഇതിനിങ്ങനെ എന്തിനാ ഈ ബോളിനെ, ഈ തറയിൽ കിടക്കുന്ന ബോളിനെ ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ തറയിലിടണം. മുകളിൽ കൊണ്ടുവന്ന് അതിനെ പുറത്ത് കൊണ്ടുവരണം. കൈ കൊണ്ട് തൊടാൻ പാടില്ല ഈ സ്റ്റിക്ക് ഉപയോഗിച്ച്. അപ്പോൾ 5 പേര് നിന്നത് ഹോൾഡ് ചെയ്യണം, മറിഞ്ഞു വീഴാൻ നോക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. ബോയ്സും ഗേൾസും സൂപ്പറായിട്ട് അതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ബോയ്സിൽ നിന്നും ദീപക്, സത്യ, മുത്തു, വിശാല്, റാണവ് ഇവരിത്രയാണ്. ഗേൾസിൽ നിന്നും റയാൻ പോകുന്നു. പക്ഷെ റയാന് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യുക, റയാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ആഴ്ച മുതലാണ് ബിഗ് ബോസ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ബോയ്സിൽ നിന്നും ഗേൾസ് ടീമിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ നോമിനേഷൻ ഫ്രീ കാർഡ് ബാധകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ റയാൻ ഉൾപ്പെടെ, റയാൻ, സാചന, സൗന്ദര്യ, റിയ, തർഷികയല്ലോ, പിന്നെ ഒരാളും കൂടി ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല, കിട്ടുന്നില്ല, ഞാൻ എഴുതിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അത് ചെയ്യുകയാണ്. പക്ഷേ ഗേൾസ് ഒരെണ്ണം കുറേ ട്രൈ ചെയ്യുന്നു, ഒരെണ്ണം അവരിടുന്നു, ഗേൾസ് ഒരെണ്ണം ഇടുന്നു, ബോയ്സിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഗേൾസ് ടാസ്ക് 1 വിജയിക്കുവാണ്. അപ്പം നാളെ ടാസ്ക് 2 വരും. അതിനകത്തും കൂടെ ഗേൾസ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ കാർഡ് കിട്ടും. അതിനുശേഷമാണ് നമ്മുടെ സീക്രട്ട് ടാസ്ക് ദീപകിനെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നത്, ഇന്ന് രാത്രി ലൈറ്റ്സ് ഓഫ് ആയാലും ഇവിടെയുള്ള ഈ ഹോസ്റ്റലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തിക്ക് മുക്കാടെ വെക്കണം എന്നാണ് പറഞ്ഞത്. തിക്ക് മുക്കാടെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തമിഴിൽ ഞാൻ കുറെ നോക്കി, എനിക്ക് തമിഴ് അത്യാവശ്യം അറിയാം. ഇത്ര കട്ടുകട്ടി പാടി ഇങ്ങനെ ഈ വിതരംപിച്ച വാക്കുകളൊന്നും എനിക്ക് അറിയില്ല. ഈ ഘടോൽക്കച്ചനായ വാക്കിന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും ഈ ടാസ്ക് കൊടുത്തിട്ട് ഈ ഇവിടുത്തെ മാനേജ്മെന്റിനെ ഒന്ന് ഉറക്കരുത്, നിങ്ങളിവിടെ വൻ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉറക്കാതെ വൻ സീനാക്കണം. അവിടെ ഇവർക്ക് തല നേരെ വെച്ച് ഇന്ന് ഇല്ല നടക്കാൻ പറ്റരുത്. പലയിടത്തും അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ സ്റ്റുഡൻസ് കാരണം പ്രശ്നമായിരിക്കണം എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് മാത്രമേ അറിയാൻ പാടുള്ളൂ, ടീച്ചേഴ്സ് ഈ പ്രാങ്കിനെ കുറിച്ച് അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ദീപക് പോയി നേരെ മുത്തുവിൻ്റെ പറയുന്നു. പതിയെ വീട്ടിനകത്തുള്ള എല്ലാവരും അറിയുന്നു. അപ്പോൾ അവർ അടി പ്ലാൻ ചെയ്യുകയാണ്. ഒരു കലാപരിപാടി, ഈ അടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കലാപരിപാടി നടക്കുവാണ്. സ്റ്റുഡൻസ് കലാപരിപാടി നടത്തുന്നു. വിജയ്, വിശാലിനെ ലവേഴ്സിൻ്റെ ഇപ്പം അറിയാം, ഈ ക്ലാസ് ഇപ്പം ഈ ഒരു ടാസ്ക് നടക്കുമ്പം ഇതിനകത്ത് ലവ് ആണ് കൂടുതലും ഉള്ളത്. ഏതിൽ? നമ്മുടെ ഈ സ്കൂൾ ടാസ്കിൽ ഇവർക്ക് ഇന്നാളുടെ ലവ്, ഇവർക്ക് ഇന്നാളുടെ ലവ്. ഇതിനകത്ത് മെയിൻ ഉള്ള സംഭവം സത്യ പവിത്രയുടെ പിറകെ നടക്കുവാണ്. സത്യ പവിത്രയുടെ പിറകിൽ നടക്കുന്നുണ്ട്, റാണവും പവിത്രയുടെ പിറകിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് സത്യക്ക് ഇഷ്ടമല്ല, ഇത് ടാസ്കിന്റെ ബേസിസിലാണ്, അല്ലാതെ റിയാലിറ്റി അല്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഈ സത്യയും പവിത്രയും കൂടെ ടാസ്കിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഇപ്പം ഒരു ബ്രേക്കപ്പിന്റെ വക്കിലാണ് സത്യയും പവിത്രയും കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഈ കലാപരിപാടിയൊക്കെ ഒരറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ജെഫ്രിയുടെ മഞ്ജരി ടീച്ചറിൻ്റെയും ഡാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തിരുന്നുകൊണ്ട് റാണവ് ഈ പറയുന്ന പവിത്രയെ കൺവിൻസ്, അവൻ അഴുക്കുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് നിന്നോട് അടിയെ കൂടിയില്ല, ഞാൻ അങ്ങനെയല്ല, നല്ലവനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് പ്രാങ്കാണ്. അപ്പുറത്ത് കലാപരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ വന്നു അടി കൂടണമെന്ന് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, റാണവ് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സത്യം വന്നിട്ട്, നീ എന്തൊക്കെ അനാവശ്യമാണ് അവിടുത്തെ വിളിച്ചാരി പറയുന്നത്, നമ്മൾ തമ്മിൽ ചെറിയൊരു ബ്രേക്കപ്പാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി സംസാരിച്ച് വരുവാണ്. അപ്പോൾ ഇവർ കുട്ടികളായിട്ടാണല്ലോ സംസാരിക്കുന്നത്, സ്കൂളിലെ കുട്ടികൾ, ഹോസ്റ്റൽ ടൈമാണ്. അപ്പം നമ്മുടെ മാനേജ്മെന്റ് അധികൃതർ വരുന്നു, ജാക്ലിൻ വരുന്നു, ജെഫ്രി വരുന്നു, ശിവ വരുന്നു, മഞ്ജരി വരുന്നു, വർഷിണി വരുന്നു, അരുൺ വരുന്നു. എല്ലാവരും സോൾവ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ
ഇതിങ്ങനെ പറഞ്ഞ് കയറി അവസാനം ഇത് റിയൽ ആണെന്നുള്ള ലെവലിലിട്ട് കഥ വരെയാണ്. സത്യക്ക് യഥാർത്ഥത്തിൽ പവിത്രയുടെ ഇഷ്ടമുണ്ട്, റാണവിനും പവിത്രയുടെ ഇഷ്ടമുണ്ട്. അപ്പം ഇതിന്റെ പേരിൽ അടിയെ സത്യം ഇങ്ങനെ വാട ഇത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടെ. ഇത് നിന്ന് ഭയങ്കര അടി പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി പൊട്ടുന്നു. അപ്പൊ റാണവിന് ബുദ്ധി ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം റാണവ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്. ഈ ബിഗ് ബോസിന്റെ പ്രാങ്ക് ടാസ്ക് കൊടുത്തത് ആരാണ്? ബിഗ് ബോസ് ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കിട്ടിയത് മാക്സിമം. ഇപ്പം ഈ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രാങ്ക് ആയെങ്കിൽ നമ്മൾ എത്ര പെർഫോം ചെയ്തു കഴിഞ്ഞാലും ആസ് എ ഓഡിയൻസ് എന്നുള്ള ലെവലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അവർ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മൾ രഞ്ജിത്തിന്റെ ഫാറ്റ്മാൻ്റെ കേസ് ഫസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. അത് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ ഇത്. പക്ഷെ ഇതങ്ങനെയല്ല. കാരണം ഇത് ബിഗ് ബോസ് കൊടുത്തതാണ്. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കാണ് സീക്രട്ട് ടാസ്ക്. ഈ സീക്രട്ട് ടാസ്കിനെ പ്രാങ്ക് ആക്കി മാറ്റുമ്പം അവർക്ക് മാക്സിമം എത്ര എഫേർട്ട് ഇടാൻ പറ്റും അത്രയും എഫേർട്ട് ഇട്ട് അവർ കളിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഇതിനകത്ത് റാണവ് അങ്ങനെയാണ് കളിച്ചിരിക്കുന്നത്. സത്യ അങ്ങനെയാണ്. അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തു, എന്നെ ആർക്കും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ പേര് റയാൻ എന്ന് വിളിക്കുന്നു, എനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പം ഞാൻ 2 ആഴ്ചയിലേ ആയുള്ളൂ, എന്നെ വെളിയിൽ വിടാൻ വേണ്ടിയിട്ടാണ്, എന്നെ പുറത്താക്കണം, അവർക്ക് എല്ലാവർക്കും കൂടെ ഹാപ്പി ആവില്ല. അപ്പോൾ ഇത് മാനേജ്മെന്റ് ആരും അറിയുന്നില്ല. അരുണും മഞ്ജരിയും വർഷണിയും ജാക്കിലിനും ജഫ്രിയും ശിവയും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് റിയൽ ആണെന്നാണ്, ഈ അടി റിയൽ ആണെന്നാണ്. അത് ഇവിടെ ഒരു അടി നടക്കുന്നു, അപ്പുറത്ത് ഒരു അടി, അതിൻ്റെ കൂട്ടത്തിൽ സൗന്ദര്യ ഒരു അടി, റിയ അടി, രഞ്ജിത്ത് അടി, വിശാൽ മാത്രം ഒന്നിനും ഇടപെടുന്നില്ല, മിണ്ടാതെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. അതിന്റെ കാര്യമുണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റാണവ് ഇതുപോലെ സ്വന്തമായിട്ട് ഭയങ്കര കട്ട കലിപ്പില്ല. സത്യ കുറച്ചു നേരം കലിപ്പാവുന്നുണ്ട്, എന്നിട്ട് സത്യ പോകുന്നുണ്ട്. റാണവ് എന്നെ പറ്റി എന്താ പറഞ്ഞത്, സൗന്ദര്യം നീ എന്താ പറഞ്ഞത്, എനിക്ക് അങ്ങനെ വോട്ട് ഇട്ടാതിരിക്കാൻ വേണ്ടിയില്ല, അതല്ലേ നിങ്ങൾ കാണിക്കുന്നത്, ഇതല്ലേ നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇത് കുറച്ചേരം ഇങ്ങനെ ഭയങ്കര വഴക്കായിരിക്കും. ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ അതിഭീകരമായ വഴക്കാവുകയാണ്. നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. എപ്പിസോഡിൽ ഏതാണ്ട് 1 മണിക്കൂറോളം ഈ സാധനം വരുന്നത്. അപ്പം അൻഷിത കുറച്ച്, അപ്പം ഇവര് ഇനി ഇവിടെ ഈ വീട്ടിൽ ലവിന്റെ കേസ് വേണ്ട, ഇനി ഇവിടുത്തെ ലവ് വേറെ രീതിക്കാണ് പ്രൊജക്ട് ചെയ്ത് വരുന്നതെന്ന് അൻഷിത പറയുന്നു. ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സൗന്ദര്യ റൂൾ ബ്രേക്ക് ചെയ്ത് ബോയ്സിന്റെ റൂമിൽ കയറുന്നു. അപ്പൊ അരുൺ എന്ന് പറയുന്നു, സൗന്ദര്യ എവിടെ കയറാൻ പാടില്ല, ഇല്ലടാ ഞാൻ ഇവിടെ ഇരിക്കുള്ളൂടാ, പ്രാണവൻ നീ എന്തോന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രാണവന്റെ ദേഷ്യപ്പെടുകയാണ്. ടാസ്കിന്റെ ബേസിസിലാണ്. അടുത്ത് മുത്തു സാധനയും തർഷികയും എല്ലാം വെച്ച് പ്രൊട്ടസ്റ്റ്, ലവ് വേണ്ട പ്രൊട്ടസ്റ്റ്, ഒരറ്റത്തൂടെ അവരുടെ വഴക്ക്, അതിൻ്റെ ഇടത്തൂടി റിയയും സൗന്ദര്യവും കൂടെ വഴക്ക്, പവിത്രയും സത്യവും കൂടെ വഴക്ക്. എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട, ഭയങ്കരമായ വഴക്കാണ്. പ്രാങ്ക് ആണെങ്കിലും ഇത് ഭയങ്കരമായ വഴക്കാണ്. അപ്പം പവിത്ര പറയണം, നിനക്ക് എൻ്റെ അടുത്തുള്ളത് യഥാർത്ഥ ഇഷ്ടമാണ്. അവനും സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ അത് ടാസ്കിൽ നിന്ന് വിട്ടുപോയി, സ്കൂൾ ടാസ്ക് കളിക്കും. മഞ്ജരി നിർത്ത് എല്ലാവരും നിർത്ത് എന്ന് പറഞ്ഞാൽ മഞ്ജരി കിടന്ന് അവിടെ കിടന്ന് കീറുന്നു. അങ്ങനെ ജാക്കിലിനും സൗന്ദര്യം കൂടെ അടിയാവുന്നു. ഈ ടാസ്കിന്റെ പേരിലാണ്. ജാക്കിലും കരയുന്നു, സൗന്ദര്യം പോയി മാപ്പൊക്കെ പറയുന്നു. പക്ഷെ പ്രാങ്ക് ആണെന്ന് ആർക്കും അറിയത്തില്ല. പിന്നീടാണ് ഒരുവിധം ഇതെല്ലാം ഒതുങ്ങുന്നു, അടികളൊക്കെ ഒതുങ്ങുന്നു. എന്നാലും ഇവർക്ക് സൗകര്യം കൊടുക്കരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അടി നടക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരടി, ഇവർ മൊത്തം 6 ടീച്ചേഴ്സ് അല്ലേ ഉള്ളൂ, ഒരു 12 അടി ഇവർ ഇവിടെ നടത്തുകയാണ്. ഇവിടെ ഒരു അടി, അത് അറ്റ് എ ടൈം 4-5 അടുത്ത് പടം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കുറേ നേരം നമുക്ക് ഭ്രാന്തെടുക്കും. അവസാനം രഞ്ജിത്ത് എന്ത് ചെയ്തു, രഞ്ജിത്ത് ഭ്രാന്തെടുത്തിട്ട് പോയി ഇങ്ങനെ പ്രാങ്കാണ് എന്നാലും പോയിട്ട് ഇങ്ങനെ എന്തോ ചെയ്യാനിത് എന്നുള്ള ലെവലിൽ പോയി ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാണ് എല്ലാവർക്കും ബുദ്ധി ഉദിക്കുന്നത്. മുത്തു, രഞ്ജിത്ത്, ദീപക്, ആനന്ദി ഇവരെല്ലാവരുടെ പോയി മാറി എന്ന് പറയാണ്, റാണവ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുവാണ്. പ്രാങ്കൊക്കെ തന്നെ, പക്ഷെ റാണവ് എന്ത് ചെയ്യാണ്, മാക്സിമം ഈ സാധനം യൂസ് ചെയ്യാണ്. ശരിയാണ്, റാണവ് ഈ ആഴ്ച സേവ് ആവും, നോക്കിക്കോ. കാരണം റാണവ് ഇന്നത്തെ ഒരൊറ്റടെ ആ പ്രാങ്ക് കാരണം റാണവ് കയറി വരും. അമ്മാതിരി ബുദ്ധിയുള്ള വേലയാണ് റാണവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് റാണവ് അതിനകത്തോടെ യൂസ് ചെയ്ത സാധനങ്ങൾ, പേഴ്സണലായിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു, കോർണർ ചെയ്തു, എനിക്കൊരു വില തരുന്നില്ല, എൻ്റെ പേര് പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല, എന്നെ വോട്ട് കിട്ടാതെ എന്നെ പുറത്താക്കാനാണ്, അതിനാണ് എൻ്റെ പേര് മാറ്റി റയാൻ എന്ന് വിളിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാക്കുകയാണ്. പിന്നീട് ദീപക് റാണവിൻ്റെ പറയുകയാണ്, പോയിട്ട് എടാ അവരിനി സൊല്യൂഷൻ കൊണ്ടുവരാം, നമ്മളിനി അലയ്ക്കാൻ പോകണ്ട, അപ്പം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇനി ഇപ്പം ഫയർ ആയി കഴിഞ്ഞാൽ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് പോയി നീ ഫയർ ആവല്ലേ, നീ കണ്ടന്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ദീപക് പോയിട്ട് നൈസായിട്ട് എടാ ഇനി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, മിണ്ടാതിരിക്കുക എന്നുള്ള ലെവലിലാണ് പറയുന്നത്. പിന്നീട് സത്യം റാണവിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അരുൺ കൈ കൊടുപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയാം, പ്രാങ്ക് ആണെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ പ്രാങ്ക് ആണെങ്കിലും ഇപ്പൊ സത്യം റാണവ് കൂടെ കളിച്ച പ്രാങ്ക് ആണെങ്കിലും റാണവ് ഇത് യൂസ് ചെയ്തു, സാധനം നല്ലപോലെ യൂസ് ചെയ്തു. പിന്നീട് വിശാല് എല്ലാവരുടെയും കൂട്ടത്തിരിക്കണം. വിശാല് പറയണം, ഈ ഇവിടെ വന്ന് പറഞ്ഞു, പ്രാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു, വിശാല് നീ എന്തൊന്നും ഇടപെടാത്ത, ഞാൻ എന്തിനിടപെടണം, ഞാൻ എന്തിനാണ് ഇതിൽ ഇടപെടേണ്ടത്,
പ്രാങ്ക് ആണെങ്കിൽ അത് നടന്നോട്ടെ, ബിഗ് ബോസ് പറഞ്ഞാണെങ്കിൽ നടന്നോട്ടെ. ഇതിനിപ്പോ ആര് പണിത് വിട്ട പ്രാങ്ക് ആണെന്ന് ഒരു പിടിയുമില്ല. ബിഗ് ബോസ് ആണോ, വീട്ടുകാരാണോ, ദീപക്കണ്ണനാണോ ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിതിൽ ഇടപെടുന്നില്ല. വിശാല് ബുദ്ധിയോടെ കളിച്ചു. കാരണം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് നമ്മുടെ സീസൺ 4 ഓർമ്മയുണ്ടോ? ബ്ലസ്ലി ഒരു ആപ്പിളും കഴിച്ചുകൊണ്ടൊക്കെ വന്നതിന്റെ പേരിൽ ബിഗ് ബോസ് ഒരു പ്രാങ്ക് ഒക്കെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പേരിൽ വന്നപ്പോൾ ബ്ലസ്ലി ആരും വിശ്വസിക്കാതിരുന്നു. അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വിശാല് ആരെയും വിശ്വസിക്കുന്നില്ല. ഇവർ പ്രാങ്ക് കളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം ഇത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മാനേജ്മെന്റ് അധികൃതർ തന്നെ ദയവ് കരുതി നമുക്ക് ഇതിലൂടെ പ്രശ്നം ഉണ്ടാക്കാം, നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് ടാസ്ക് ഉള്ളൂ, അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളെ പോയി കിടന്ന് ഉറങ്ങ് എന്ന് പറയുകയാണ്. ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവുന്നു. എന്നിട്ടും വീട്ടുകാരിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴും അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ലൈവ് കാണാൻ പറ്റുന്നുള്ളവർ കാണാൻ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഇത് പ്രാങ്ക് എന്ന് തുറന്ന് പറയുന്നതെന്ന് അറിയില്ല. ഇത് പ്രാങ്ക് എന്ന് തുറന്ന് പറയുമ്പോൾ ഒരു അടി പൊട്ടും. കാരണം മഞ്ചരി കരഞ്ഞു വിളിച്ച് ഭയങ്കരമായിട്ട് നിലവിളിച്ച് നിർത്ത് പറഞ്ഞാൽ മഞ്ചരി കരയുന്നുണ്ടായിരുന്നു. ജാക്കിലിന് ഏങ്ങി എനിക്ക് രാവിലെ മുതലേ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ നിന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാക്കിലിൻ ജഫ്രി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട് ഈ പ്രാങ്ക് കളിക്കുമ്പോൾ സൗന്ദര്യയുടെ മണ്ടയിലോട്ട് ചാടിക്കയറി അങ്ങനെ ജഫ്രി കുറെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ശിവ ഒരുവിധം ഒന്ന് അടങ്ങി നിന്നു, അരുൺ ഒരുവിധം ഒന്ന് അടങ്ങി നിന്നു, വർഷിണി അങ്ങനെ നടന്നു. അപ്പം കുറച്ച് പേര് മാത്രമായിരുന്നു ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം നാളെ എന്താവുമെന്ന്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം. ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡാണ്. എനിക്കാണെങ്കിൽ ഇന്നൊരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു സെറമണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോകാൻ വേണ്ടി എൻ്റെ കഷ്ടകാലത്തിന് ഞാനിന്ന് എൻ്റെ മുഖം മിനുക്കാൻ പോയി. ഇവിടെ ഉള്ളതും ഒക്കെ മിനുക്കി. എൻ്റെ ബ്ലൈഡെല്ലാം ഞാൻ പോയിട്ട് ഈ ബ്ലൈഡിൻ്റെ ഒബ്വിയസ്ലി നമ്മുടെ മുഖം മിനുക്കുമ്പോൾ ബ്ലൈഡ് കൊണ്ട് ചെറുതായിട്ട് ഇത് സ്ക്രാച്ച് വിടുമല്ലോ, അതിൻ്റെ വേദനയും പിന്നെ ത്രെഡ് ചെയ്ത് പിഴുതെടുത്തത് ഇങ്ങനെ പിഴുതെടുത്ത് അതിൻ്റെ വേദനയും പിന്നെ എൻ്റെ കണ്ണ് ആക്ച്വലി 2 ദിവസം കൊണ്ട് അലർജിക്കാണ്. ഈ നവംബർ ഡിസംബർ മന്തൊക്കെ കഴിഞ്ഞ വർഷം എൻ്റെ ബിഗ് ബോസ് റിവ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം. ഞാനിങ്ങനെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ മൂക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് എനിക്ക് അത്രയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമാണ്. അപ്പം അതിൻ്റെ വേദന എല്ലാം എനിക്ക് മുഖത്ത് സത്യം പറഞ്ഞാൽ തൊടാൻ വയ്യ, അത്ര പെയിൻ എടുത്തിരിക്കുവാണ് ഞാൻ. റെസ്റ്റ് എടുക്കണം ഇനി എനിക്കൊന്ന് പോയി. അപ്പം ഇതാണ് ഇന്നത്തെ റിവ്യൂ. അപ്പം നാളത്തെ അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.